നമ്മുടെ പല റോഡുകളുടെയും അവസ്ഥയൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലേ. ഒരു വലിയൊരു ഉദാഹരണത്തിലേക്ക് പോകാം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ പലരും അയ്യോ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മൂക്കത്തൊക്കെ വിരൽ വെച്ച് പോകും. അധികൃതരുടെയും കരാറുകാരുടെയും അഴിമതിയുടെയും അലംഭാവത്തിന്റെയും ഒരു ഉദാഹരണമാവുകയാണ് കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാത. പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി മുറിച്ചിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങൾ മാറ്റാതെ തന്നെ കോൺക്രീറ്റ് ചെയ്തു മിടുക്കനായ കരാറുകാരൻ. നടപടിയെടുക്കേണ്ട അധികൃതരും ഇതുവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. 78 കോടി രൂപ മുടക്കി പണിയുന്ന സംസ്ഥാന പാത. പാതയുടെ വിവിധയിടങ്ങളിൽ ഐറിഷ് ഓടകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ മുണ്ടിയേരുമ ടൗണിലെത്തിയപ്പോൾ കോൺക്രീറ്റിന് ചെറുതായ ഒരു വളവ്. മുറിച്ചിട്ടിരിക്കുന്ന മരക്കഷ്ണങ്ങളെ ശല്യം ചെയ്യാതെ കോൺക്രീറ്റിംഗ് നടത്തി. 10,000 സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. ഈ സ്കൂളിന് പരിസരത്താണ് ഇത് കിടക്കുന്നത്. വളരെ വിചിത്രമാണ്. കാരണം പാമ്പ്, പട്ടി, പഴുതാരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതിനകത്ത് കയറിയിരിപ്പുണ്ട്. ഒരു വർഷം മുൻപ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തന്നെ മുറിച്ചിട്ടതാണ് ഈ മരങ്ങൾ. അടിയന്തരമായി ഇവ മാറ്റി ശാസ്ത്രീയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തു വരുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നിതിനെ, നല്ല കരാറുകാരനല്ലേ? മുറിച്ചിട്ട മരങ്ങൾക്കൊന്നും ഒരു കേടുപോലും പറ്റാതെ കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമായിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അംഗീകാരം ഇതിന് കിട്ടിയിട്ടുണ്ടോ കരാറുകാരന്? നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഫെയിലിയറിന് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇടുക്കിയിൽ സംഭവിച്ചിരിക്കുന്നത്. കമ്പംമെട്ട് മുതൽ വണ്ണപ്പുറം വരെ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന മരങ്ങൾ വെട്ടി കഷ്ണങ്ങളാക്കി റോഡിന്റെ ഇരുവശത്തും ഇട്ടിട്ടുണ്ട്. ഈ വശത്ത് കിടക്കുന്ന തടിക്കഷ്ണങ്ങൾ അവിടെ തന്നെ ഇട്ടുകൊണ്ട് ഇതിന്റെ വശങ്ങളിലൂടെ നടത്തുന്ന ഓടയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്തിരുന്ന ഈ കോൺക്രീറ്റ് ഈ മരക്കഷ്ണങ്ങളെ അവിടെ ഇട്ടുകൊണ്ട് തന്നെ ഇതിന്റെ വശങ്ങളിലൂടെ ചെയ്തു പോയിരിക്കുകയാണ്. 5 മുതൽ 6 മീറ്റർ വീതിയിലാണ് റോഡിന് ഇരുവശങ്ങളിലുമായിട്ട് കോൺക്രീറ്റ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുണ്ടിയേരുമ ടൗണിലെത്തിയപ്പോൾ അതൊരു 2 മീറ്ററായിട്ട് ചുരുക്കിയാണ് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നടത്തി പോയിരിക്കുന്നത്. കരാറുകാരൻ പോയ വഴിക്ക് പോയി. ഇനി ബാക്കി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അധികൃതർ, ഈ ഒരു സംസ്ഥാന പാതയാണ്, 78 കോടിയോളം രൂപ മുടക്കി പണിയുന്ന പാതയാണ്. ഇതിൽ നിയമ നടപടികൾ എടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കേണ്ട അധികൃതർ ഇത് കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ഇത് ഓടയുടെ ഭാഗമായിട്ട് ചെയ്തു വന്ന നിർമ്മാണ പ്രവർത്തനത്തിലാണ് ഇത്തരത്തിലൊരു അപാകത ഉണ്ടായിരിക്കുന്നത്. ഒരു മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം കെട്ടുകയും ഈ ഓട വഴി വെള്ളം പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ മരം മുറിച്ച് അവിടെ ഇട്ടേക്കുകയാണ്. ഇത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഈ കോൺക്രീറ്റ് ചെയ്തപ്പോൾ കരാറുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അത് ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാലും അത് ഈ കരാറുകാരനും അറിയേണ്ട, ബാക്കിയുള്ളവർക്കും അറിയേണ്ട, ആ നാട്ടിലുള്ളവർ മാത്രമേ അനുഭവിക്കൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി മുന്നിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ വികസനം നടത്തി ഒരു നാട്ടിലുള്ളവരെ ആകെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ അധികൃതർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നടപടി എടുക്കുക മാത്രമല്ല, ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. ശരി നിതിൻ.